ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻറ്റർ PSC ആപ്ലിക്കേഷൻ്റെ PSC ബുള്ളറ്റ് സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് ഫെബ്രുവരി 2nd എഡിഷനിലായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർച്ച് മാസത്തെ കറണ്ട് അഫെയർ ആണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മളെ ഓരോ എഡിഷനും ഓരോ ക്ലാസ് ആയിട്ടായിരിക്കും പഠിക്കുകയെന്ന്. പക്ഷേ മാർച്ചിലെ കറണ്ട് അഫെയർ നമുക്ക് മൊത്തം കൂടെ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് മാർച്ച് മാസം വന്ന 1st and 2nd എഡിഷനിലെ PSC ബുള്ളറ്റിലെ എല്ലാ കറണ്ട് അഫെയർസും പഠിച്ചു പോകാം. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ കറണ്ട് അഫെയർസ് മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പോരാ, നമ്മുടെ PSC ബുള്ളറ്റിൻ എന്ന് പറയുന്നതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. പക്ഷേ എല്ലാവരും ഇതങ്ങനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സെക്ഷൻ അല്ല PSC ബുള്ളറ്റിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഫോളോ ചെയ്യാതെ പോകുന്നത് കൊണ്ട് മാർക്ക് നഷ്ടപ്പെടരുതെന്ന് കരുതിയാണ് നമ്മൾ ഇതൊരു സീരീസ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ ഡിസംബർ വരെയുള്ള ലേറ്റസ്റ്റ് എഡിഷൻ വരെയുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനും നിങ്ങൾക്കത് കറക്റ്റായിട്ട് അറിയുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് പോവാം. അതായത് നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരള സർക്കാരിൻ്റെ വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് നിശാഗന്ധി പുരസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ചോദ്യം നേരത്തെ പഠിച്ചതാണ്, കുറച്ച് കൂട്ടുകാർക്കെങ്കിലും അറിയാം, എങ്കിലും പറയാം. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നമ്മുടെ കേരള സർക്കാരിൻ്റെ നമ്മുടെ വിനോദസഞ്ചാര വകുപ്പ്, അതായത് കേരള സർക്കാരിൻ്റെ വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് നിശാഗന്ധി പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിശാഗന്ധി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏത് കലാമേഖലയും അല്ലെങ്കിൽ ഏത് കലാരൂപവുമായിട്ടാണ് ഇദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ പുരസ്കാരം ലഭിച്ച വ്യക്തിയുടെ പേരാണ് രാജേന്ദ്ര ഗംഗാനി. ഇദ്ദേഹം ഒരു പ്രശസ്തനായ കഥക് കലാകാരനാണ്. കഥക് നൃത്തരൂപവുമായി ബന്ധപ്പെട്ട കലാകാരനാണ്. അപ്പോൾ നമുക്കറിയാം, കഥക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ നിന്ന് ഉത്ഭവിച്ച ഒരു കലാരൂപമാണ് അല്ലേ. അപ്പം കഥക് കലാകാരനായ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിയാണ് നമ്മുടെ നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി എന്ന് പറയുന്നത്. ഇദ്ദേഹം രാജസ്ഥാൻ സ്വദേശിയാണ്. അത് റെലവൻ്റ് അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. കഥക് കലാരൂപവുമായിട്ടാണ് ഇദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്? പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിക്കാണ്. കഥക് കലാകാരനാണ്, മറന്നു പോകരുത്. ഓക്കെ, അടുത്തത് സ്വാതി അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. നിലവിൽ നമ്മൾ ഇദ്ദേഹത്തെ കുറേ വട്ടം ഇപ്പോൾ അടുത്ത് കണ്ടിട്ടുണ്ട്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? K. ജയകുമാർ എന്ന് പറയുന്നത്. മാത്രമല്ല PSCയുടെ ചോദ്യപേപ്പറുകളിലെ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ് പിങ്കള കേശിനി എന്ന കൃതി. അത് രചിച്ചതാരാണ്? K. ജയകുമാറാണ്. ഇദ്ദേഹത്തിന് ആ ഒരു കൃതിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചൊരു ചോദ്യമാണ് നമ്മുടെ പിങ്കള കേശിനി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മുൻ ചീഫ് സെക്രട്ടറി ആയ വ്യക്തിയാണ് K. ജയകുമാർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഏതെന്ന് പറയുന്നത്? പിങ്കള കേശിനി എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, സ്വാതി അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരം നേടിയതുമാരാണ്? K. ജയകുമാറാണ്, മറന്നു പോകരുത്. നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രസിഡൻ്റായിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? K. ജയകുമാർ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, N. രാമചന്ദ്രൻ പുരസ്കാരം നേടിയ ഹിന്ദി അല്ലെ ബോളിവുഡ് നടിയാണ് ഷബാന ആസ്മി എന്ന് പറയുന്നത്. ആർക്കാണ്? ഷബാന ആസ്മിക്കാണ് N. രാമചന്ദ്രൻ പുരസ്കാരം ലഭിച്ചത്. അതായത് അഭിനയത്തിന് മികച്ച അഭിനേത്രിക്കുള്ള ദേശീയ പുരസ്കാരം 5 തവണ നേടിയ കലാകാരിയാണ് അല്ലെങ്കിൽ നടിയാണ് ആരെന്ന് പറയുന്നത്? ഷബാന ആസ്മി എന്ന് പറയുന്നത്. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം 5 തവണ നേടിയ നടിയാണ്. 1998 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2012 പത്മഭൂഷണം നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, N. രാമചന്ദ്രൻ പുരസ്കാരം നമുക്ക് ഏറ്റവും റെലവൻറ്റ്. N. രാമചന്ദ്രൻ പുരസ്കാരം ആര് നേടിയെന്നുള്ളതാണ്. N. രാമചന്ദ്രൻ പുരസ്കാരം നേടിയത് ഷബാന ആസ്മിയാണ്. ഇവരുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങളാണ്. 5 നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1998 പത്മശ്രീയും 2012 പത്മഭൂഷണം നൽകി രാജ്യം ആദരിച്ച നടിയാണ് ഷബാന ആസ്മി. നോക്കിയേ, അതേപോലെ തന്നെ അടുത്താണ് പൂർണ്ണ പുരസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരമാണ് പൂർണ്ണ പുരസ്കാരം എന്ന് പറയുന്നത്. ഇത് ലഭിച്ച പ്രശസ്തയായ ഗായികയാണ് ആര്? KS ചിത്ര എന്ന് പറയുന്നത്. അപ്പം പൂർണ്ണ പുരസ്കാരമാണെങ്കിൽ KS ചിത്ര, N. രാമചന്ദ്രൻ പുരസ്കാരമാണെങ്കിൽ ആര്? ഷബാന ആസ്മി. നമുക്കിത് രണ്ടും റിലേറ്റ് ചെയ്യാം. ഒരാൾ നടിയാണ്, ഒരാൾ
ഗായികയാണ്. രണ്ടും ലേഡീസാണ്. അപ്പോൾ നോക്കി, എൻ രാമചന്ദ്രൻ പുരസ്കാരം ഷബാന ആസ്മിയാണ്. പൂർണ്ണ പുരസ്കാരം നേടിയത് KS ചിത്രയാണ്. 50,001 രൂപയാണ് പുരസ്കാര തുക. ഏതിൻ്റെ? പൂർണ്ണ പുരസ്കാരത്തിൻ്റെ തുക എന്ന് പറയുന്നത് 50,001 രൂപയാണ്. ജസ്റ്റ് പുരസ്കാര തുകയൊന്നും അറിയണ്ട, ആർക്ക് ലഭിച്ചു എന്ന് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി നോക്കിക്കേ, അടുത്തതാണ് പ്രഥമ പത്മകീർത്തി പുരസ്കാരം. അപ്പം നമുക്കറിയാം, നമ്മൾ ഏത് അവാർഡ് പഠിക്കുകയാണെങ്കിലും അതിൻ്റെ ആദ്യത്തെ വിന്നർ ആരാണെന്ന് നമ്മൾ പഠിക്കാറുണ്ടല്ലേ. എഴുത്തച്ഛൻ പുരസ്കാരം പഠിച്ചാലും വള്ളത്തോൾ പഠിച്ചാലും വയലാർ പഠിച്ചാലും എല്ലാം നമ്മൾ ആദ്യത്തെ പുരസ്കാര ജേതാവിനെ പഠിച്ചിട്ടാണ് ഈ അടുത്തടുത്തുള്ള വർഷങ്ങളിൽ അത് ആർക്ക് ലഭിച്ചു എന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രഥമ പത്മകീർത്തി പുരസ്കാരം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. പ്രഥമം ആദ്യമായിട്ട് ഈ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ നാരായണനാണ്. അതായത് നമ്മുടെ പത്മനാഭ സേവാ സമിതി നൽകുന്ന പുരസ്കാരമാണ് ഈ പറഞ്ഞ പത്മകീർത്തി പുരസ്കാരം എന്ന് പറയുന്നത്. കലാ, കായിക, സാമൂഹ്യ സേവന മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് നൽകുന്ന പുരസ്കാരമാണിത്. ഈ വട്ടം അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇത് ലഭിച്ചത് ഡോക്ടറിനാണ്, ഡോക്ടർ നാരായണൻ. ഇദ്ദേഹം പാലക്കാട് അട്ടപ്പാടിയിലെ ശ്രീ വിവേകാനന്ദ മെഡിക്കൽ മിഷനിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ നോക്കിക്കേ, പ്രഥമ പത്മകീർത്തി പുരസ്കാരം. ഈ പ്രഥമ എന്ന വേർഡ് കൊണ്ടാണ് ഈ പോയിന്റ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആകുന്നത്. പ്രഥമ പത്മകീർത്തി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ നാരായണനാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, നമ്മൾ PSCയുടെ ചോദ്യപേപ്പറിൽ എപ്പോഴും കാണാറുള്ളൊരു പുരസ്കാരമാണ് ജ്ഞാനപ്പാന പുരസ്കാരം. അപ്പം ജ്ഞാനപ്പാന പുരസ്കാരം ആർക്കാ ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഹിത്യ നിരൂപകനായിട്ടുള്ള KP ശങ്കരനാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ വർഷവും ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ 2024-ലെയും 2023-ലെയും വിന്നറിനെയും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് KP ശങ്കരനാണെങ്കിൽ 2024 ഈ പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ്. ഇനി 2023-ലാണെങ്കിൽ V മധുസൂദനൻ നായർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നോക്കിയേ, KP ശങ്കരൻ 2025-ലെ വിന്നറാണ്. 2024-ലെ വിന്നർ ആരാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. 2023-ലെ വിന്നർ V മധുസൂദനൻ നായരാണ്. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മൾ 2025 പഠിച്ചിട്ട് പോകുമ്പോൾ 2023-ഓ 2024-ഓ ആയിരിക്കും ചോദിക്കുന്നത്. മാത്രമല്ല, ഈ പുരസ്കാരം എപ്പോഴും ചോദിക്കുന്നതായതുകൊണ്ടാണ് ഇതുകൂടി ഇൻക്ലൂഡ് ചെയ്തത്. 2025 കിട്ടിയത് KP ശങ്കരനും, 24 കിട്ടിയത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കും, 23 കിട്ടിയത് V മധുസൂദനൻ നായർക്കുമാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, ഈ പുരസ്കാരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എമൗണ്ട് ആയിട്ട് 50,001 രൂപയാണ് ഇതിൻ്റെ പുരസ്കാര തുകയെന്ന് പറയുന്നത്. 50,001 രൂപയും ഗുരുവായൂരപ്പൻ്റെ ചിത്രം പതിപ്പിച്ച നമ്മുടെ 10 ഗ്രാം സ്വർണ്ണ പതക്കവും, അതായത് ഗുരുവായൂരപ്പൻ്റെ ചിത്രം ആലേഖനം ചെയ്ത 10 ഗ്രാമിൻ്റെ സ്വർണ്ണ പതക്കവും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത്? ജ്ഞാനപ്പാന പുരസ്കാരം. അപ്പം ജ്ഞാനപ്പാന പുരസ്കാരത്തിൻ്റെ പുരസ്കാര തുക എത്രയാണെന്ന് ചോദിച്ചാൽ 50,001 രൂപയും 10 ഗ്രാം സ്വർണ്ണത്തിൽ ഗുരുവായൂരപ്പൻ്റെ മുഖം ആലേഖനം ചെയ്ത പതക്കവും അതേപോലെ തന്നെ പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് ഏതെന്ന് പറയുന്നത്? ജ്ഞാനപ്പാന പുരസ്കാരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒരു പുരസ്കാരമാണ്, നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു പുരസ്കാരമാണ് കലാനിധി അക്ഷയരത്ന പുരസ്കാരം. കലാനിധി അക്ഷയരത്ന പുരസ്കാരത്തിൻ്റെ ജേതാവ് PV ചന്ദ്രനാണ്. കലാനിധി അക്ഷയരത്ന പുരസ്കാരത്തിൻ്റെ ജേതാവാരാണ്? PV ചന്ദ്രനാണ്. PSC ബുള്ളറ്റിന് വന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നോക്കുന്ന ഒരു അവാർഡാണ്, അല്ലെങ്കിൽ നമ്മളങ്ങനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അവാർഡാണ് ഏതെന്ന് പറയുന്നത്? കലാനിധി അക്ഷയരത്ന പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ജേതാവാരാണ്? PV ചന്ദ്രനാണ്. ഇനി നോക്കി, ശ്രീ പാർവതി ശ്രീരത്ന പുരസ്കാരം. ശ്രീ പാർവതി സ്ത്രീരത്ന പുരസ്കാരം നേടിയ ജില്ലാ കളക്ടറാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടറായിട്ടുള്ള അനുകുമാരി. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. അപ്പം തിരുവനന്തപുരം ജില്ലാ കളക്ടറായിട്ടുള്ള അനുകുമാരിക്കാണ് എന്ത് ലഭിച്ചത്? ശ്രീ പാർവതി സ്ത്രീരത്ന പുരസ്കാരം ലഭിച്ചതെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കി, മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്താണ് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്.
ഇനി നമ്മൾ PSC പരീക്ഷ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം എല്ലാം ചോദിക്കാറുണ്ട്. കോർപ്പറേഷൻ ചോദിക്കാറുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ചോദിക്കാറുണ്ട്, ജില്ലാ പഞ്ചായത്തൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് PSC ബുള്ളറ്റിൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഓരോന്നും ആരൊക്കെയാണ് ജയിച്ചതെന്നുള്ളത്. നോക്കിയേ, തദ്ദേശ പുരസ്കാരങ്ങൾ 2023-24 വർഷത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കൊല്ലം ജില്ലാ പഞ്ചായത്താണ്. മാറിപ്പോരുത്. അതായത് മികച്ച കോർപ്പറേഷനായിട്ട് തിരുവനന്തപുരം നമ്മൾ പഠിക്കും, പക്ഷേ ഇത് മാറിപ്പോരുത്. മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് കൊല്ലം ജില്ലാ പഞ്ചായത്താണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് വന്നത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് വന്നത്. മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് വന്നത് വെളിയന്നൂരാണ്. ഏത് ജില്ലയിലെ? കോട്ടയം ജില്ലയിലെ വെളിയന്നൂരാണ് മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം പേര് കൊണ്ട് നമ്മൾ ഓർത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് മാറിപ്പോകത്തില്ല. പക്ഷേ ഈ കോർപ്പറേഷനും ജില്ലയും നമുക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. മികച്ച ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയും, മികച്ച കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷനും ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ മികച്ച നഗരസഭ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗുരുവായൂരാണ്. മികച്ച നഗരസഭ ഗുരുവായൂരാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ആണെങ്കിൽ കൊല്ലമാണ്, ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിൽ പെരുമ്പടപ്പാണ്. ഏത് ജില്ലയിൽ? മലപ്പുറം ജില്ലയിൽ. ഇനി ഗ്രാമപഞ്ചായത്താണെങ്കിൽ വെളിയന്നൂരാണ്, കോട്ടയം ജില്ലയിലെ വെളിയന്നൂരാണ്. മികച്ച കോർപ്പറേഷൻ ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനും, മികച്ച നഗരസഭയാണെങ്കിൽ ഗുരുവായൂർ നഗരസഭയാണെന്ന് ഓർത്തിരിക്കുക. ഇത് സ്ഥിരമായിട്ട് PSC ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് തദ്ദേശ പുരസ്കാരങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇനി നോക്കിക്കേ, അടുത്തൊരു വിയോഗമാണ്. നമ്മളങ്ങനെ കോമൺ ആയിട്ട് ഒരുപാടൊന്നും കേട്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ആര്? മൊപ്പസാങ് വാലത്ത്. മൊപ്പസാങ് വാലത്ത് എന്ന് പറഞ്ഞാൽ ആ പേര് കേൾക്കുമ്പം നമുക്ക് കൂടുതൽ പേർക്കും ഒരുപാട് ഫെമിലിയർ അല്ലാത്തൊരു വ്യക്തിയാണ്. ഇദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ചിത്രകാരനാണ്. പ്രധാനമായിട്ടും ജലഛായാ ചിത്രങ്ങളിൽ പ്രാവീണ്യമുണ്ടായിരുന്ന ഒരാളാണ്. ആരെന്ന് പറയുന്നത്? മൊപ്പസാങ് വാലത്ത് എന്ന് പറയുന്നത്. അപ്പം ചിത്രകാരനാണ് ഇദ്ദേഹം. ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിത്രകലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജലഛായാ ചിത്രങ്ങളിൽ അതിവിദഗ്ധനായിരുന്ന വ്യക്തിയാണ് ആര്? മൊപ്പസാങ് വാലത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി നടക്കുന്ന ഏത് സ്ഥലത്താണെന്ന് ചോദിക്കും. അത് കൊച്ചിയിലാണ്. അപ്പം നമ്മൾ ഓർക്കുക, ഇൻവെസ്റ്റ് കേരള എന്ന് പറയുമ്പോൾ വരുന്നത് വളരെ വലിയ കമ്പനി ആയിരിക്കും അല്ലേ, വളരെ മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു നഗരം ഏതാണെന്ന് ഓർത്താൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഏതാണ്? കൊച്ചി ആയിരിക്കും അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി നടന്ന സ്ഥലം ഏതാണ്? കൊച്ചിയാണ്. ഓപ്ഷനിൽ ഉറപ്പായിട്ടും തിരുവനന്തപുരം ഉണ്ടായിരിക്കും. ഏതാണ്? കൊച്ചിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉച്ചകോടി, ഇൻവെസ്റ്റ്മെൻറ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി നടന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അത് ഗ്യാനറ്റ്സ് ആണ്. 17 പേരടങ്ങുന്ന ഒരു സംഘമാണ്. നമുക്കറിയാം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്ക് ലേഡീസിനെ ഇപ്പം അടുത്തിടെയാണ് നിയമിച്ചു തുടങ്ങിയത്. അപ്പോൾ അതിൽ നിന്നുള്ള 17 പേരെയാണ് ഈ ഒരു സ്കൂബ ഡൈവിംഗ് ടീമിലേക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് ടീമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ കേരള ഫയർഫോഴ്സിൻ്റെ ഗ്യാനറ്റ്സ് എന്ന് പറയുന്നത്. രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് ടീമാണ് ഏതെന്ന് പറയുന്നത്? ഗ്യാനറ്റ്സ് എന്ന് പറയുന്നത്. എത്ര പേരാണ്? 17 പേർ ഉൾക്കൊള്ളുന്ന ഒരു സംഘമാണ് നമ്മുടെ ഗ്യാനറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു പോയിൻ്റാണ്. ഇനി നോക്കിയേ, 2032 ഭൂമിയിൽ പതിക്കാനിടയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ചിഹ്നഗ്രഹമാണ് 2024 YR4 അല്ലെ 2024 YR4 എന്ന് പറയുന്നത്. YR4 എന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. 2024 ഏത് വർഷമാണിത് പതിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നത്? 2032 ഭൂമിയിൽ പതിക്കാനിടയുണ്ടെന്ന് കരുതപ്പെടുന്ന ചിഹ്നഗ്രഹത്തിൻ്റെ പേരാണ് 2024 YR4 എന്ന് പറയുന്ന ചിഹ്നഗ്രഹം. ഇനി നോക്കി, ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം ചോദിക്കാം. സംസ്ഥാനം മധ്യപ്രദേശാണ്. എവിടെയാണ്? കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ രേവ ജില്ലയിലാണ് ഈ ഒരു ബ്രീഡിംഗ് സെൻറ്റർ വരുന്നത്. അതായത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ കടുവ സംസ്ഥാനം, ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും ഇന്ത്യയിലെ എന്തെങ്കിലും ഒരു വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രമൊക്കെ വരുവാണെങ്കിൽ ഏത് സംസ്ഥാനമാണെന്ന് മധ്യപ്രദേശാണ്, നമുക്ക് കണക്ട് ചെയ്തിടാൻ പറ്റും. അപ്പോൾ നോക്കി, മധ്യപ്രദേശിലെ രേവ ജില്ലയിലാണ് ഈ ഒരു ബ്രീഡിംഗ് സെൻറ്റർ വരുന്നത്. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ രേവ ജില്ലയിലെ ഗോവിന്ദ്ഘട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സെൻറ്റർ വരാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രമാണ്. അപ്പോൾ ഇതിന് വംശനാശം സംഭവിച്ചു പോകാതെ ഇതിനെ സംരക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു മെഷറാണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന ബ്രീഡിംഗ് സെൻറ്റർ എന്ന് പറയുന്നത് വെള്ളക്കടുവകളുടെ പ്രജനന കേന്ദ്രം ഇന്ത്യയിൽ ആദ്യമായി വരാൻ പോകുന്ന മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ രേവ ജില്ലയിലെ ഗോവിന്ദ്ഘട്ടിലാണ് എന്ത് വരുന്നത്, വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് സെൻറ്റർ വരുന്നത്. പ്രത്യേകത എന്താണ്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് സെൻ്ററാണ് ഇവിടെ വരുന്നത്, മധ്യപ്രദേശിൽ വരുന്നത്. ഇനി നോക്കി, ഇത് ഓൾറെഡി നമ്മുടെ കറണ്ട് അഫെയർ ടോപ്പിക്ക് പഠിച്ചൊരു ഒരു പോയിൻ്റാണ്. നമ്മുടെ പേരുമാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചിരുന്നു. അതിനകത്ത് നമ്മൾ പഠിച്ചതാണ് ക്ലൂ ഒക്കെ വെച്ച്. ഏത്, കരസേനയുടെ കിഴക്കൻ ആസ്ഥാനമായ നമ്മുടെ വില്യം ഫോർട്ടിൻ്റെ പുതിയ പേരെന്താണ്? എന്താണ്? വിജയ് ദുർഗ് എന്നാണ്. വിജയ് ദുർഗ് എന്നാണ്. അതായത് നമ്മളന്ന് പറഞ്ഞായിരുന്നു, കരസേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യുദ്ധത്തിന് പോകാമെങ്കിൽ വിജയിച്ച് വരണം എന്ന് വിചാരിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കരസേനയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ചോദ്യങ്ങളിൽ എന്തായിരിക്കും പേര്? വിജയ് ദുർഗ് ആണെന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ കുറേ പേരുമാറ്റങ്ങൾ ഇങ്ങനെ പഠിച്ചപ്പോൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് പറഞ്ഞ ക്ലൂ ആയിരുന്നു. അപ്പോൾ കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിൻ്റെ പുതിയ പേരെന്താണെന്ന് ചോദിച്ചാൽ അത് വിജയ് ദുർഗ് ആണ്. ഇതിൻ്റെ പഴയ പേരാണ് ഫോർട്ട് വില്യം. ഫോർട്ട് വില്യം എന്നതായിരുന്നു ഇതിൻ്റെ പഴയ പേര്. നിലവിലെ പേരെന്താണ്? വിജയ് ദുർഗ് എന്നാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്പോയിൻമെൻ്റ് ആണ് അടുത്തത്. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ വ്യക്തിയുടെ പേരെന്താണ്? ഗ്യാനേഷ് കുമാർ ആണ്. നമ്മൾ റീസെൻ്റ്ലി ഇലക്ഷൻ്റെ സമയത്തൊക്കെ നമ്മളിങ്ങനെ പത്രത്തിലൊക്കെ ഓരോ ന്യൂസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കണ്ടിരുന്നു അല്ലേ? ഇടയ്ക്ക് കുറച്ച് വിവാദങ്ങളൊക്കെ വന്നപ്പോൾ അപ്പോൾ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ വ്യക്തിയാണ് ഗ്യാനേഷ് കുമാർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ആര്? ഗ്യാനേഷ് കുമാർ. 26th ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ആരെന്ന് പറയുന്നത്? ഗ്യാനേഷ് കുമാർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഇനി ഇലക്ഷൻ കമ്മീഷണർമാരായിട്ട് 2 പേര് കൂടിയുണ്ട് ഈ ടീമിൽ. അവരാരൊക്കെയാണെന്ന് നോക്കിയാൽ സുഖ്ബീർ സിംഗ് സന്ധു ഒരാൾ, വിവേക് ജോഷി രണ്ടാമത്തെ ആൾ. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പം ഗ്യാനേഷ് കുമാർ ഉണ്ട്, പിന്നെ ആരുണ്ട്? അദ്ദേഹം ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. ഇനി ഇലക്ഷൻ കമ്മീഷണറായിട്ട് വരുന്ന 2 പേരുണ്ട്. ആരൊക്കെയാണ്? 1 സുഖ്ബീർ സിംഗ് സന്ധു ഉണ്ട്, 2 വിവേക് ജോഷി ഉണ്ട്. ഈ 3 പേരും ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓപ്ഷനിൽ ഈ 3 പേരുകൾ ഉണ്ടായിരിക്കും. വ്യത്യാസം അറിഞ്ഞ് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത നോക്കി, കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 96ാമത് സ്ഥാനമാണ്. അതായത് ഓരോ രാജ്യങ്ങളുടെ അഴിമതിയുടെ കണക്കെടുത്തിട്ട് അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ സ്കോറിനനുസരിച്ച് ഈ ഒരു രാജ്യങ്ങളെ ടാബുലേറ്റ് ചെയ്യും. അതിൽ 1ാം സ്ഥാനത്ത് വരുന്നതെന്ന് വെച്ചാൽ കറപ്ഷൻ ഏറ്റവും കുറവുള്ള രാജ്യമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് 1ാം സ്ഥാനത്ത് വരുന്നത്. അതാരാണ്? ഡെൻമാർക്കാണ്. ഡെൻമാർക്കിൻ്റെ സ്കോർ എന്ന് പറയുന്നത് 90 ആണ്. ഡെൻമാർക്കിൻ്റെ സ്കോർ എത്രയാണ്? 90 ആണ് ഡെൻമാർക്കിൻ്റെ സ്കോർ. എന്നാൽ 96ാം സ്ഥാനം ലഭിച്ച ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ എന്ന് പറഞ്ഞാൽ 38 ആണ്. 38 സ്കോറുമായിട്ട് 96ാം സ്ഥാനത്താണ് എന്ത്? കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് ഓർത്തിരിക്കുക. 1ാം സ്ഥാനം ഡെൻമാർക്കിനാണ്. സ്കോറൊന്നും ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, സ്ഥാനം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 96ാമതും 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന രാജ്യമാണ് ഡെൻമാർക്ക് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു ബില്ലാണ് ഓവർസീസ് മൊബിലിറ്റി ബിൽ, അല്ലെങ്കിൽ ഓവർസീസ് മൊബിലിറ്റി ഫെസിലിറ്റേഷൻ ആൻഡ് വെൽഫെയർ ബിൽ എന്ന് പറയും. എന്തിനാണ്? പ്രവാസികളുമായി ബന്ധപ്പെട്ട് വന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലിൻ്റെ പേരെന്താണ്? ഓവർസീസ് മൊബിലിറ്റി ബിൽ എന്ന് പറയും. ഓവർസീസ് മൊബിലിറ്റി ബിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രവാസികളുടെ അല്ലെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി നോക്കിക്കേ, അടുത്തത് ഒരു സംഘടനയാണ്. അതായത് വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? ഇപ്ക എന്ന് പറയുന്നത്. ഇപ്ക നോക്കിയേ, ഇപ്കയുടെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് എന്താണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? ഇപ്കയുടെ ഫുൾ ഫോം. അതിനകത്ത് പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് പൂച്ച വർഗത്തിൽപ്പെട്ട 7 ജീവികളുടെ സംരക്ഷണമാണ് പ്രധാനമായിട്ട് ഈ സംഘടന ലക്ഷ്യം വെക്കുന്നത്.
ഓക്കെ, നോക്കി അതിൻ്റെ പിക്ചറാണ്. ഇവിടെ 7 മൃഗങ്ങൾ അല്ലെങ്കിൽ 7 ജീവികളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതായത് സിംഹം, കടുവ, പുലി, ഹിമപ്പുലി, ജാഗ്വാർ, ചീറ്റ, പ്യൂമ, ഇങ്ങനെ 7 ജീവികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഇപ്ക എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഡൽഹിയാണ് ഇപ്കയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇപ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു മാതൃകയിൽ വന്നൊരു സംഘടനയാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഇനി നോക്കിക്കേ, ഈ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഇതിൻ്റെ ഡയറക്ടർ ജനറലായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയുടെ പേരാണ് SP യാദവ്. SP യാദവാണ് ഇതിൻ്റെ ഡയറക്ടർ ജനറലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഡൽഹിയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഓക്കെ, ഇനി നോക്കി, IVF-ലൂടെ ലോകത്ത് ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ചെടുത്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓസ്ട്രേലിയ ആണ്. നമുക്ക് കങ്കാരു എന്ന് പറയുമ്പോഴേ മനസ്സിൽ ഓർമ്മ വരുന്ന രാജ്യമാണ് ഇത്, ഓസ്ട്രേലിയ ആണ്. അപ്പം ഇൻ വിട്രോ ഫെർട്ടിലൈസേഷനിലൂടെ ലോകത്ത് ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ നിർമ്മിച്ചെടുത്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രേലിയ ആണ്. ഇതും നല്ലൊരു ചോദ്യമാണ്, പക്ഷെ നമുക്ക് ഗസ് ചെയ്യാൻ എളുപ്പമുള്ളൊരു ഉത്തരമാണ് അതെന്നുള്ളതാണ്. ഓക്കെ, ഇനി നോക്കിയേ, അടുത്തത് ഏകദിന ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 150 റൺസ് എടുത്ത ദക്ഷിണാഫ്രിക്കയുടെ കളിക്കാരൻ്റെ പേരാണ് മാത്യു ബ്രിഡ്സ്കെ. മാത്യു ബ്രിഡ്സ്കയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അരങ്ങേറിയ മത്സരത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? 150 റൺസ് സ്കോർ ചെയ്ത ദക്ഷിണാഫ്രിക്കയുടെ കളിക്കാരനാണ് ആരെന്ന് പറയുന്നത്? മാത്യു ബ്രിഡ്സ്കെ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, അടുത്തത് 38ാമത് ദേശീയ ഗെയിം. അപ്പോൾ 38ാമത് ദേശീയ ഗെയിമിൻ്റെ ചാമ്പ്യൻ ആയത് ആരാണെന്ന് ചോദിച്ചാൽ അത് സർവീസസ് ആണ്. കേരളത്തിനുള്ള സ്ഥാനം എന്ന് വെച്ചാൽ 14ാം സ്ഥാനമാണ്. ഇതിൻ്റെ വേദി എവിടെയായിരുന്നു? ഉത്തരാഖണ്ഡാണ്. അപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ പോയിന്റും നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ ചാമ്പ്യന്മാരായത് ആരാണ്? സർവീസസ് ആണ്. ഇന്ന് കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 14ാം സ്ഥാനമാണ്. ഇതിൻ്റെ വേദി എവിടെയായിരുന്നു? ഉത്തരാഖണ്ഡാണ്. അപ്പോൾ 38ാമത് ദേശീയ ഗെയിംസ് അവിടെ കഴിഞ്ഞു. ഇനി നോക്കി, 39ാമത്തെ വെന്യൂവും കൂടി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതെവിടെയാണ്? അത് മേഘാലയയാണ്. അപ്പോൾ നമ്മളിത് നോക്കി വെച്ചിരിക്കുക. 38ാമതാണെങ്കിൽ ഉത്തരാഖണ്ഡ് വേദി, വിജയിച്ചത് സർവീസസ് ആണ്. കേരളത്തിന് ലഭിച്ചത് 14ാമത്തെ സ്ഥാനമാണ്. ഇനി 39 അതിൻ്റെ വേദി വരുന്നത് എവിടെയാണ്? മേഘാലയയാണെന്ന് ഓർത്തിരിക്കുക. ഇത് നോക്കി, ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൻ്റെ ജേതാവ് ആരാണ്? പങ്കജ് അദ്വാനി. സ്നൂക്കർ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്ന പേര് ആരുടെയാണ്? പങ്കജ് അദ്വാനിയുടെ പേരാണ്. അപ്പോൾ നോക്കിയേ, ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിലെ ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പങ്കജ് അദ്വാനിയാണ്. അതേപോലെ തന്നെ നോക്കിയേ, ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 14,000 റൺസ് തികയ്ക്കുന്ന താരം എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? ഇന്ത്യക്കാരനായ വിരാട് കോഹ്ലിയാണ്. അപ്പം ഏറ്റവും ഫാസ്റ്റായിട്ട് 14,000 റൺസ് വൺ ഡേ ക്രിക്കറ്റിൽ തികച്ച കളിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വിരാട് കോഹ്ലിയാണ്. സച്ചിൻ്റെ റെക്കോർഡാണ് മറികടന്നത്. 287 ഇന്നിങ്സിൽ നിന്നുമാണ് എന്ത് ചെയ്ത് വിരാട് കോഹ്ലി ഏറ്റവും ഫാസ്റ്റായിട്ട് 14,000 റൺസ് തികച്ചത്. അപ്പം ഏറ്റവും വേഗതയിൽ 14,000 റൺസ് തികച്ച കളിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വിരാട് കോഹ്ലിയാണ്. സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ റെക്കോർഡാണ് ബ്രേക്ക് ചെയ്തത്. ഇനി അതേപോലെ തന്നെ വിരാട് കോഹ്ലിയുടെ പേരിലുള്ള മറ്റൊരു റെക്കോർഡാണ് ഏകദിനത്തിൽ കൂടുതൽ ക്യാച്ച് എടുക്കുന്ന ഇന്ത്യക്കാരൻ. ഏകദിനത്തിൽ കൂടുതൽ ക്യാച്ച് എടുക്കുന്ന ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡും വിരാട് കോഹ്ലിക്കാണ്. 158 ക്യാച്ചാണ് വിരാട് കോഹ്ലി ഇതുവരെ നേടിയിട്ടുള്ളത്. അതായത് ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് എടുക്കുന്ന കളിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിരാട് കോഹ്ലിയാണ്. 158 ക്യാച്ച്. 58 ഒന്നും റെലവൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു റെക്കോർഡ് ആയതുകൊണ്ട് ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 14,000 റൺസ് തികയ്ക്കുന്ന താരമെന്ന റെക്കോർഡ് നേടിയത് ആരാണ്? വിരാട് കോഹ്ലിയാണ്. ഇത് നോക്കിക്കേ, ഡൽഹിയുടെ 9ാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റത് ആരാണെന്നാണ്. ആരാണ്? രേഖാ ഗുപ്തയാണ്. അപ്പോൾ ജസ്റ്റ് നമ്പർ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഡൽഹിയുടെ 9ാമത്തെ മുഖ്യമന്ത്രിയും ഈ പദവിയിൽ എത്തുന്ന 4ാമത്തെ വനിതയുമാണ് ആര്? രേഖാ ഗുപ്ത എന്ന് പറയുന്നത്. അപ്പം ഡൽഹിയുടെ 9ാമത്തെ മുഖ്യമന്ത്രിയും ഈ പദവിയിൽ എത്തുന്ന 4ാമത്തെ വനിതയുമാണ് ആരെന്ന് പറയുന്നത്? രേഖാ ഗുപ്ത. ഷാലിമാർ ബാഗ് നിയോജക മണ്ഡലത്തിൽ നിന്നുമാണ് ഇവർ വിജയിച്ചത്. ജസ്റ്റ് അവരുടെ നിയോജക മണ്ഡലം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നോക്കിക്കേ, ഡൽഹിയുടെ 4ാം വനിതാ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ ഉള്ള 3 പേരെയും കൂടി നമുക്ക് നോക്കി വയ്ക്കാം. അതായത് ഡൽഹിയുടെ 1ാം വനിതാ മുഖ്യമന്ത്രി ആയിരുന്നത് സുഷമ സ്വരാജ് ആണ്. ഡൽഹിയുടെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് സുഷമ സ്വരാജ് ആണ്. ഇനി ഡൽഹിയുടെ 2ാമത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ഷീല ദീക്ഷിത് ആണ്.
മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണ്? അത് അതിഷി മർലേനയാണ്. ഇവർക്ക് ശേഷം നാലാമതായിട്ട് രേഖാ ഗുപ്ത എന്ത് ചെയ്തു? നമ്മുടെ ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റു. അപ്പോൾ നോക്കിയേ, എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? 9ാമത്തെ മുഖ്യമന്ത്രിയാണ്. 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ്. ആദ്യം ആരാണ്? സുഷമ സ്വരാജ് ആണ്. രണ്ടാമത് ഷീലാ ദീക്ഷിത് ആണ്. മൂന്നാമത് അതിഷി മർലേനയാണ്. നാലാമത് രേഖാ ഗുപ്തയാണ്. ഇങ്ങനെയാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രി പദം കൈകാര്യം ചെയ്ത വനിതകളുടെ ഓർഡർ വരുന്നത്. അപ്പോൾ നമുക്ക് സുഷമ സ്വരാജും ഷീലാ ദീക്ഷിതിനെ നമുക്ക് കുറച്ചൊക്കെ ഫെമിലിയർ ആണ്. മറന്നു പോകുന്നൊരു പേര് അതിഷി മർലേനയാണ്. അതേപോലെ തന്നെ നിലവിലെ CM ആരാണ്? അത് രേഖാ ഗുപ്തയാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, അടുത്തത് നമ്മുടെ ഒരു പദ്ധതിയാണ്, നമുക്കെല്ലാം അറിയാവുന്ന ഒരു പദ്ധതിയാണ്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ പദ്ധതി. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ്? സമുദ്രയാൻ പദ്ധതിയാണ്. മനുഷ്യർ സമുദ്രത്തിനടിയിൽ പോയി നടത്തുന്ന ഇന്ത്യയുടെ ആദ്യ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? സമുദ്രയാൻ പദ്ധതിയാണ്. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പേടകത്തിനൊരു പേരുണ്ട്. അതാണ് എന്ത്? മത്സ്യ 6000 അല്ലെ മത്സ്യ 6000 എന്ന് ചോദിക്കും. പേടകത്തിൻ്റെ പേരാണെങ്കിൽ മത്സ്യ എന്നും, ഇനി അതല്ല പദ്ധതിയാണ് ചോദിക്കുന്നതെങ്കിൽ സമുദ്രയാൻ എന്നും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് സമുദ്രയാൻ. ഈ രീതിയിലുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പദ്ധതിയാണ് സമുദ്രയാൻ എന്ന് പറയുന്നത്. ഇനി അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പേടകത്തിൻ്റെ പേരെന്താണ്? മത്സ്യ 6000 ആണ്. ഇനി നോക്കി, അടുത്തതും ഒരു അപ്പോയിൻമെൻ്റ് ആണ്. ബെൽജിയം പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ബാർട്ട് ഡേ വേവർ ആണ്. ബാർട്ട് ഡേ വേവർ ആണ് ബെൽജിയത്തിൻ്റെ പ്രധാനമന്ത്രി. ബെൽജിയം പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത് ആരാണ്? ബാർട്ട് ഡേ വേവർ ആണെന്ന് ഓർത്തിരിക്കുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമനമാണ്. അപ്പോൾ നമ്മൾ 2 നിയമനമാണ് ഇതിനകത്ത് പഠിച്ചത്. ഒന്ന് ജ്ഞാനേഷ് കുമാറിനെ പഠിച്ചു, അതേപോലെ തന്നെ ബാർട്ട് ഡേ വേവർ പഠിച്ചു. പിന്നെ ഒന്നുകൂടി പഠിച്ചത് ഏതാണ്? നമ്മുടെ ഡൽഹി CM ആയിട്ട് നിയമിതരായ ആരാണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് എഡിഷനകത്ത് പഠിക്കാനുള്ള PSC ബുള്ളറ്റിലെ കറണ്ട് അഫെയർ. ഞാൻ പറഞ്ഞു നമുക്ക് അടുത്ത എഡിഷനും കൂടി ഇതിനകത്ത് പഠിക്കാമെന്ന്. അതായത് നോക്കി, അതിനകത്ത് ആകെ നമുക്ക് 97ാമത് ഓസ്കാർ അവാർഡിനെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ അതുകൂടി നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചങ്ങ് തീർക്കാം. ഇത് നോക്കിയേ, 97ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് ഇത് അനോറ എന്ന് പറയുന്ന ചിത്രം. അനോറ ആണ് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ ചിത്രത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മൊത്തത്തിൽ 5 അവാർഡുകൾ നേടിയ 5 ഓസ്കാർ അവാർഡുകൾ നേടിയ ചിത്രമാണ് ഇതെന്ന് പറയുന്നത് അനോറ എന്ന് പറയുന്നത്. 97ാം ഓസ്കാർ അവാർഡിൽ മൊത്തത്തിൽ 5 പുരസ്കാരങ്ങൾ നേടിയ അനോറയാണ്. നോക്കിക്കേ, മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം അനോറയ്ക്കാണ്. മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനോറയുടെ സംവിധായകനായ ഷോൺ ബേക്കർ ആണ്. അതേപോലെ തന്നെ നോക്കിയേ, മികച്ച നടൻ ആരാണ്? അഡ്രിയൻ ബ്രോഡിയാണ്. ഇത് ഏത് സിനിമയ്ക്കാണ്? ദ ബ്രൂട്ടലിസ്റ്റിനാണ്. ദ ബ്രൂട്ടലിസ്റ്റിനാണ് അഡ്രിയൻ ബ്രോഡി എന്ത് ചെയ്തത്? മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി മികച്ച നടിയോ? മൈക്കി മാഡ്സൺ ആണ്. ഇവർ ഏത് സിനിമയിലെ പ്രകടനത്തിനാണ്? അനോറയ്ക്ക്. അപ്പോൾ അനോറയ്ക്ക് ഇപ്പം തന്നെ 3 പുരസ്കാരങ്ങളായി. 1, 2, 3. ഏതൊക്കെയാണ്? മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടി. ഈ 3 പുരസ്കാരങ്ങളും അനോറ എന്ന ചിത്രത്തിനാണ്. മൈക്കി മാഡ്സൺ ആണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അഡ്രിയൻ ബ്രോഡിയാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് ഏത് സിനിമ? ദ ബ്രൂട്ടലിസ്റ്റ് ആണ്. ഇനി നോക്കി, സഹനടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സോയി സൽദാനയാണ്. സഹനടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സോയി സൽദാനയാണ്. ഏത് സിനിമ? എമിലിയ പെരസ്. എമിലിയ പെരസിലെ പ്രകടനത്തിന് മികച്ച സഹനടിയായിട്ട് സോയി സൽദാന തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി നോക്കിയേ, മികച്ച സഹനടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കീരൻ കുൽക്കിനാണ്. കീരൻ കുൽക്കിനാണ് മികച്ച സഹനടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ചിത്രം എ റിയൽ പെയിൻ. എ റിയൽ പെയിൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ഇദ്ദേഹം സഹനടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി നോക്കിക്കേ, അനോറയ്ക്ക് 5 അവാർഡുണ്ടെന്ന് പറഞ്ഞു. 3 നമ്മൾ പഠിച്ചു. ഇനി 2 അവാർഡുകൾ കിട്ടിയ ഏതിനൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരക്കഥാകൃത്തിനും എഡിറ്റിങ്ങിനും. മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരവും മികച്ച എഡിറ്റിങ്ങിനുള്ള പുരസ്കാരവും നേടിയതാരാണ്? ഷോൺ ബേക്കർ ആണ്. അനോറ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഷോൺ ബേക്കർ ആണ്. അപ്പം നോക്കിയേ, ഷോൺ ബേക്കറിന് മൊത്തത്തിൽ 3 പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1 മികച്ച സംവിധായകനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 2 മികച്ച തിരക്കഥാകൃത്താണ്. 3 മികച്ച എഡിറ്റിങ്ങിനുള്ള പുരസ്കാരവും ആർക്കാണ് ലഭിച്ചത്? ഷോൺ ബേക്കറിനാണ്. ഇതുവഴി 3 പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു.
മികച്ച ചിത്രമായിട്ട് അനോറ തിരഞ്ഞെടുക്കപ്പെട്ടു. അതേപോലെ തന്നെ മികച്ച നടിയായിട്ട് മൈക്കി മാഡ്സണും അനോറയിലെ പ്രകടനത്തിനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ മൊത്തം 5 അവാർഡുകൾ അനോറ എന്ന ചിത്രത്തിനും 3 അവാർഡുകൾ അതിൻ്റെ സംവിധായകൻ അല്ലെ അതിൻ്റെ എഡിറ്ററിനും അതിൻ്റെ തിരക്കഥാകൃത്ത്, ഈ 3 അവാർഡുകൾ ആർക്ക് ലഭിച്ചു? ഷോൺ ബേക്കറിന് ലഭിച്ചു. ഇനി നോക്കി, മികച്ച വിദേശ ഭാഷാ ചിത്രം ആ കാറ്റഗറിയിൽ വിജയിച്ച ചിത്രമാണ് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന ചിത്രമാണ്. ഞാനിത് ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വായിക്കാൻ എളുപ്പം ഇംഗ്ലീഷാണെന്ന് തോന്നിയിട്ടാണ് ഇവിടെ തൊട്ട് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. മികച്ച വിദേശ ഭാഷാ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രസീലിയൻ ചിത്രമായ ഐ ആം സ്റ്റിൽ ഹിയർ എന്നുള്ള ചിത്രമാണ്. ഇതിൻ്റെ സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വാൾട്ടർ സാൽസ് ആണ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി നോക്കിയേ, മികച്ച അനിമേഷൻ ചിത്രമാണ് ഫ്ലോ. മികച്ച അനിമേഷൻ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്ലോയാണ്. അനിമേറ്റഡ് ഷോർട്ട് ഫിലിം ആണ് ചോദിക്കുന്നത് എങ്കിൽ ഇൻ ദ ഷാഡോ ഓഫ് സൈപ്രസ് ആണ്. മികച്ച അനിമേഷൻ ചിത്രം ഫ്ലോയും മികച്ച അനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ഇൻ ദ ഷാഡോ ഓഫ് സൈപ്രസ് എന്ന ചിത്രവുമാണ്. ഇനി നോക്കിയേ, ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ അവാർഡ് നേടിയതാണ് ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര എന്ന ഡോക്യുമെൻ്ററിയാണ്. ഏത്? ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമിൻ്റെ കാറ്റഗറിയിൽ അവാർഡ് നേടിയത് ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര എന്ന ഷോർട്ട് ഫിലിമാണ്. ഇനി നോക്കിയേ, മികച്ച ഹ്രസ്വ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ളതാണ് മികച്ച ഹ്രസ്വ ചിത്രം. മികച്ച അനിമേഷൻ ചിത്രം ഫ്ലോയാണ്. അനിമേറ്റഡ് ഷോർട്ട് ഫിലിം ആണെങ്കിൽ ഇൻ ദ ഷാഡോ ഓഫ് സൈപ്രസ് ആണ്. മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ആണ് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്രയാണ്. മികച്ച ഹ്രസ്വ ചിത്രമാണെങ്കിൽ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ചിത്രത്തിനാണ് പുരസ്കാരം ലഭിച്ചതെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, മികച്ച വസ്ത്രാലങ്കാരം. ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ അവാർഡിന്. അതായത് മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ കറുത്ത വംശജനായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? പോൾ ടേസ്വെൽ എന്ന് പറയുന്നത്. പോൾ ടേസ്വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനാണ്. അപ്പോൾ ഈ ഒരു പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചിരിക്കണം. ഇനി നോക്കി, ഛായാഗ്രഹണം ലോൽ ക്രൗളിയാണ്. ലോൽ ക്രൗളിക്ക് ബ്രൂട്ടലിസ്റ്റിൻ്റെ ഛായാഗ്രഹണത്തിനാണ് എന്ത് ചെയ്ത ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അടുത്തത് സംഗീതം, ഡാനിയൽ ബ്ലൂംബർഗ് ആണ്. ദ ബ്രൂട്ടലിസ്റ്റിന് തന്നെയാണ് സംഗീതത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. മേക്കപ്പിന് ലഭിച്ചത് സബ്സ്റ്റൻസ് എന്ന ചിത്രത്തിലെ മേക്കപ്പിനാണ്. ദ സബ്സ്റ്റൻസ് എന്ന ചിത്രത്തിലെ മേക്കപ്പിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇത് 2-3 പേര് ചേർന്നാണ് ഈ ഒരു ചിത്രത്തിൻ്റെ മേക്കപ്പ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കി, മേക്കപ്പിനുള്ള പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് സബ്സ്റ്റൻസ് ആണ്. മികച്ച ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് എൻമാൽ ആണ്. എമിലിയ പെരസിലെ എൻമാൽ എന്ന ചിത്രമാണ് മികച്ച ഗാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേപോലെ തന്നെ സൗണ്ട് ഡിസൈനും വിഷ്വൽ എഫക്ട്സിനും അവാർഡ് നേടിയത് ഡ്യൂൺ പാർട്ട് 2 ആണ്. ഡ്യൂൺ പാർട്ട് 2-നാണ് ഇതിനൊക്കെ സൗണ്ട് ഡിസൈനും വിഷ്വൽ എഫക്ട്സിനും അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഇത്രയാണ് 97ാം ഓസ്കാർ പുരസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ ചിത്രം അനോറ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം, ഷോൺ ബേക്കർ നോക്കണം, അതേപോലെ തന്നെ പോൾ ടേസ്വെൽ നോക്കണം, മികച്ച നടൻ, നടി, സംവിധായകൻ എന്നൊക്കെയുള്ള പോയിന്റ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മൾ നോക്കുക. ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് അതിൽ കൂടെ ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 97ാമത് ഓസ്കാർ പുരസ്കാരം എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ മാർച്ച് മാസത്തെ PSC ബുള്ളറ്റിലെ ഫുൾ കറണ്ട് അഫയേഴ്സും ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഏപ്രിൽ 1 എഡിഷനിലെ കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് കാണാം. താങ്ക്